Hi friends, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എക്സലിലെ ലെഫ്റ്റ് മിഡിൽ റൈറ്റ് എന്ന ഫംഗ്ഷൻസിനെ കുറിച്ചാണ്. അപ്പോൾ ആദ്യം നമുക്കിവിടെ സെറ്റ് ഓഫ് ഡാറ്റ ഉണ്ട്. നമുക്ക് ലെഫ്റ്റ് ഫംഗ്ഷൻ ആദ്യം പഠിക്കാം. ഇസ് ഈക്വൽ ടു ലെഫ്റ്റ്, ഏത് ഡാറ്റയിൽ നിന്നാണ് ഡീറ്റെയിൽസ് എടുക്കേണ്ടത് അത് ക്ലിക്ക് ചെയ്യുക. C6 എന്ന് പറഞ്ഞ സെല്ലിനെ സെലക്ട് ചെയ്തു. കോമ, എത്ര ലെഫ്റ്റിൽ നിന്ന് എത്ര ക്യാരക്ടേഴ്സ് ആണ് എടുക്കേണ്ടത്, അല്ലെങ്കിൽ എത്ര നമ്പേഴ്സ് ആണ് എടുക്കേണ്ടത്. എനിക്ക് 3 നമ്പേഴ്സ് ആണ് എടുക്കേണ്ടത്. 3 ക്ലിക്ക് ചെയ്തു, എൻ്റർ അടിച്ചു, ക്ലോസ് ബ്രാക്കറ്റ് ഇട്ടു, എൻ്റർ അടിച്ചു. അപ്പം ആദ്യം ഈ ഡേറ്റയിൽ നമ്പേഴ്സ് നോക്കാം. 564 എന്നാണ് ആദ്യത്തെ നമ്പർ. അതിൽ ലെഫ്റ്റിൽ നിന്ന് 564 എന്ന നമ്പർ ഞാൻ എക്സ്ട്രാക്ട് ചെയ്തെടുത്തു. ഇനി എനിക്ക് അടുത്ത സെല്ലില് ലെഫ്റ്റ് ഡാറ്റ സെലക്ട് ചെയ്തു, കോമ, എനിക്ക് 4 ഡിജിറ്റ്സ് ആണ് വേണ്ടത്. ലെഫ്റ്റിൽ നിന്നുള്ള 4 ഡിജിറ്റ്സ് ആണ് വേണ്ടതെങ്കിൽ ഞാൻ ചെയ്തു, ക്ലോസ് ബ്രാക്കറ്റ് എൻ്റർ, ഇങ്ങനെ ചെയ്തു. ഓക്കെ, മനസ്സിലായി. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു ഡേറ്റയിൽ നിന്നും ലെഫ്റ്റ് സൈഡിൽ നിന്ന് എത്ര ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ നമ്പേഴ്സ് എത്രയാണ് വേണ്ടത് അതനുസരിച്ച് നമ്മൾ ആ നമ്പർ കോമ കഴിഞ്ഞിട്ടുള്ള നമ്പേഴ്സിന് എണ്ണം മാറ്റി കൊടുത്താൽ മതി. കണ്ടു, ഇതിന്റെ എല്ലാം 4 ഡിജിറ്റ്സ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി എനിക്ക് 5 ഡിജിറ്റ്സ് ആണ് വേണ്ടതെങ്കിൽ ഞാനിവിടെ 5 ഇടുമ്പോഴത്തേക്കും ലെഫ്റ്റിൽ നിന്നുള്ള 5 ഡിജിറ്റ്സ് നമ്പേഴ്സ് അവിടെ എത്തും. ഇനി എനിക്ക് റൈറ്റ്, നമ്മൾ പഠിക്കാൻ പോകുന്ന റൈറ്റ് ഫംഗ്ഷൻ ആണ്. ഇസ് ഈക്വൽ ടു, എനിക്ക് റൈറ്റിൽ നിന്ന്, ഈ ഡേറ്റയുടെ റൈറ്റിൽ നിന്ന് എനിക്കൊരു 3 ഡിജിറ്റ്സ് ആണ് വേണ്ടതെന്ന് വെച്ചാൽ വേണമെങ്കിൽ നമുക്ക് ഇസ് ഈക്വൽ ടു റൈറ്റ്, ഡേറ്റ സെലക്ട് ചെയ്തു, കോമ, 3 ഡിജിറ്റ്സ് ആണ് എനിക്ക് വേണ്ടത്, ക്ലോസ് ബ്രാക്കറ്റ് എൻ്റർ. വേണ്ട, ഈ സെറ്റ് ഓഫ് നമ്പേഴ്സിൽ നിന്ന് 495 ലാസ്റ്റ് റൈറ്റിൽ നിന്ന് ആദ്യത്തെ 3 നമ്പർ എത്ര, 495 ഇവിടെ വന്നു. ഇതേ പ്രോസസ് നമ്മൾ ഇവിടുത്തെ ഈ കോളത്തിൽ ചെയ്യുന്നു. റൈറ്റ്, ഡാറ്റ സെലക്ട് ചെയ്തു, കോമ, എനിക്ക് 4 ഡിജിറ്റ്സ് ആണ്, റൈറ്റിൽ നിന്ന് 4 ഡിജിറ്റ്സ് ആണ് വേണ്ടെങ്കിൽ 4 ക്ലിക്ക് ചെയ്യുന്നു, 4 എൻ്റർ ചെയ്യുന്നു, ക്ലോസ് ബ്രാക്കറ്റ് എൻ്റർ. ഓക്കെ, ഇനി മിഡിൽ, എനിക്ക് ഒരു സെറ്റ് ഓഫ് ഡേറ്റയിൽ നിന്നും ഒരു മിഡിൽ ഇത്ര ഡിജിറ്റ്സ് വേണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇസ് ഈക്വൽ ടു മിഡ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നു. മിഡ്, ഓപ്പൺ ബ്രാക്കറ്റ്, ഏത് ഡേറ്റയിൽ നിന്നാണ് ആ ടെസ്റ്റ് ഞാൻ സെലക്ട് ചെയ്തു, കോമ, സ്റ്റാർട്ട് നമ്പർ, അല്ലെ, എവിടെ നിന്നാണ്, അതായത് എത്രാമത്തെ ഡിജിറ്റിൽ നിന്നാണ് അല്ലെങ്കിൽ എത്രാമത്തെ നമ്പേഴ്സിൽ നിന്നാണ് എനിക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കേണ്ടത്. ഇപ്പൊ ഞാൻ നോക്കാം, എനിക്ക് ഇവിടുത്തെ 5 നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. അതായത് അതിന് മുമ്പ് എത്ര, 1 2 3 4, അതായത് 5ാമത്തെ നമ്പറിൽ നിന്നാണ് എനിക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ 5 ക്ലിക്ക് ചെയ്തു. അതായത് അതല്ല, ഇവിടെ നോക്കാം, 56ന്റെ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. 56 എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടുത്തെ 5ാമത്തെ ഡിജിറ്റ് ആണ്, അതായത് 5ാമത്തെ ക്യാരക്ടർ ആണ്. അത് ഞാൻ ക്ലിക്ക് ചെയ്തു, കോമ, എത്ര നമ്പേഴ്സ് വരെ വേണം, എനിക്ക് 564 വരെ വേണം. അപ്പം 3 ഡിജിറ്റ്സ് മതി, 3 ക്ലിക്ക് ചെയ്തു, ക്ലോസ് ബ്രാക്കറ്റ് എൻ്റർ. ഇപ്പൊ കണ്ട 564 എന്ന് പറഞ്ഞു. ഇനി എനിക്ക് ഇവിടെ നിന്ന് വേണ്ടത് നോക്കിയേ, 9901 എന്ന് പറഞ്ഞാണ് വേണ്ടതെങ്കിൽ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു, ഈക്വൽ ടു മിഡ്, ഓപ്പൺ ബ്രാക്കറ്റ്, ഡാറ്റ എവിടെയാണ് ആ ഡാറ്റ ക്ലിക്ക് ചെയ്തു, കോമ ക്ലിക്ക് ചെയ്തു, സ്റ്റാർട്ട് നമ്പർ എത്ര, എനിക്ക് 9 സ്റ്റാർട്ട് ചെയ്യുന്നത്, 569ന്റെ ആ 9 ആണ് എനിക്ക് വേണ്ടത്. അപ്പൊ ആ 9 എന്ന് പറഞ്ഞാൽ 3ാമത്തെയാണ്, 3 ചെയ്തു, കോമ ക്ലിക്ക് ചെയ്തു. എത്ര ക്യാരക്ടേഴ്സ് വേണം, എനിക്ക് 99017 വരെ വേണം. അപ്പൊ 5 ക്യാരക്ടേഴ്സ് വേണം, 5 ക്യാരക്ടേഴ്സ്, എൻ്റർ അടിച്ചു. കണ്ടോ, അങ്ങനെ നമുക്ക് മിഡ് ഫംഗ്ഷനും യൂസ് ചെയ്യാൻ പഠിച്ചു. ഇനി ഇത് നമ്മളിപ്പോ സെറ്റ് ഓഫ് നമ്പേഴ്സിന്റെ കേസിലാണ് പറഞ്ഞത്. ഇനി നമുക്കൊരു സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സിന്റെ കേസ് പഠിക്കാം, ഒരു ടെസ്റ്റിന്റെ കേസിൽ പഠിക്കാം. ടെസ്റ്റ് ഞാൻ എഴുതിയിട്ടുണ്ട്, ലെഫ്റ്റ്, മിഡില്, റൈറ്റ്, അല്ലെ. ഇതിനകത്ത് ലെഫ്റ്റ് ഫംഗ്ഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഇസ് ഈക്വൽ ടു ലെഫ്റ്റ് ഫംഗ്ഷൻ, ഓപ്പൺ ബ്രാക്കറ്റ്, ഡാറ്റ എവിടെയാണ്, ഡാറ്റയുടെ അവിടെ ക്ലിക്ക് ചെയ്തു. ലെഫ്റ്റിൽ നിന്ന് എനിക്ക് എത്ര ലെറ്റേഴ്സ് വേണം, ലെഫ്റ്റിന്റെ സ്പെല്ലിംഗ് എത്ര, 4 ആണ്. അപ്പൊ എനിക്ക് 4 ലെറ്റേഴ്സ് മതി, 4 ക്ലിക്ക് ചെയ്തു, ക്ലോസ് ബ്രാക്കറ്റ് എൻ്റർ. അപ്പൊ എനിക്ക് ലെഫ്റ്റ് കിട്ടി. ഇനി എനിക്ക് വേണ്ടത് റൈറ്റ് ഫംഗ്ഷൻ ആണ്. ഇസ് ഈക്വൽ ടു റൈറ്റ്, ഓപ്പൺ ബ്രാക്കറ്റ്, ഡാറ്റ സെലക്ട് ചെയ്തു, കോമ, റൈറ്റ് എന്ന് പറയുന്നത് എത്ര ക്യാരക്ടേഴ്സ് ഉണ്ട്, 5 ക്യാരക്ടേഴ്സ് ഉണ്ട്. റൈറ്റിൽ നിന്ന് 5 ക്യാരക്ടേഴ്സ് എനിക്ക് മതി,
റൈറ്റ് എന്ന് ക്ലിക്ക് ചെയ്തു. ഇനി മിഡിൽ ഫംഗ്ഷൻ ആണ് എനിക്ക് വേണ്ടത്. മിഡ് ഫംഗ്ഷൻ ആണ് ഇസ് ഈക്വൽ ടു മിഡ് ഓപ്പൺ ബ്രാക്കറ്റ് ഡാറ്റ സെലക്ട് ചെയ്തു കോമ മിഡിൽ എത്രാമത്തെ ക്യാരക്ടേഴ്സിന് സ്റ്റാർട്ട് ചെയ്യുന്നത്? ലെഫ്റ്റിന്റെ 4 പിന്നെ ഒരു കോമ അപ്പൊ 5 ആയി, പിന്നെ ഒരു സ്പേസ് ഉണ്ട് 6 ആയി. അപ്പൊ 7th ആണ് അല്ലെ, 7th ആണ് മിഡിൽ ഫംഗ്ഷൻ വരുന്നത്. 7th ഞാൻ ചെയ്തു കോമ. മിഡിലിന് എത്ര ക്യാരക്ടേഴ്സ് ഉണ്ട്? ആ ലെറ്ററിന് 6 ക്യാരക്ടേഴ്സ് ഉണ്ട്. 6 ക്ലിക്ക് ചെയ്യുന്നു, ക്ലോസ് ബ്രാക്കറ്റ്, എന്റർ. അപ്പൊ മിഡിൽ ഫംഗ്ഷൻ വന്നു. ഓക്കെ.